ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുധത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്നു. ഇന്ന് ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. എന്നാൽ ശിഷ്യത്വത്തിന്റെ പടിയിൽ അതിപ്രധാനവും ഗൌരവമുള്ളതായ ഒരു വിഷയം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് ആ വിഷയം? ഇവിടെ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രൂശില്ലാത്ത ക്രിസ്ത്യാനിത്വം നിരർത്ഥകമാണ്. ക്രൂശില്ലാത്ത ക്രിസ്ത്യാനിത്വം അർത്ഥശൂന്യമാണ്. എന്താണ് യേശു കർത്താവ് ക്രൂശ് എന്ന വിഷയം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക പദപ്രയോഗം തന്നെത്താൻ ത്യജിച്ച് എന്നുള്ളതാണ്. തിരുവചനത്തിൽ തത്തുല്യമായ പദപ്രയോഗങ്ങൾ യേശു വെളിപ്പെടുത്തിയ ക്രൂശിന്റെ മർമ്മവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്നെത്താൻ ത്യജിക്കുക, തന്നെത്താൻ നിഷേധിക്കുക. അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. യേശുവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്ന ആ വിഷയം ഇങ്ങനെയാണ്: തന്നെത്താൻ ഒഴിച്ച്. അങ്ങനെയാണെങ്കിൽ ക്രൂശ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം കാൽവറിയിൽ 3 ആണികളിൽ മരക്കുരിശിൽ യാഗമായ യേശു കർത്താവിന്റെ ചിത്രം എന്നതിനേക്കാൾ ഉപരിയായി തന്നെത്താൻ നിഷേധിക്കുന്ന, തന്നെത്താൻ ഒഴിക്കുന്ന, തന്നെ തന്നെ ത്യജിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ക്രൂശിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശു കർത്താവിന്റെ ചിത്രം വളരെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്വർഗീയ മഹിമകളെ വിട്ട് മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി ഈ താണലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. അവന്റെ ജനനവും ജീവിതവും ശുശ്രൂഷകളും ഒക്കെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ തന്നെ തന്നെ ഒഴിക്കുന്ന, തന്നെ തന്നെ ത്യജിക്കുന്ന വളരെ വ്യക്തമായ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിതാവിനോട് സമത്വമുണ്ടായിരുന്ന, സ്വർഗീയ മഹിമകൾ അവകാശമായിട്ടുണ്ടായിരുന്ന യേശു കർത്താവ് തന്നെ തന്നെ ഒഴിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. രാജാവായി പിറക്കേണ്ടവൻ കൊട്ടാരത്തിലാണ് പിറക്കേണ്ടത്. എന്നാൽ കാലിത്തൊഴുത്തിൽ മറിയയോടുകൂടെ യോസഫിനോടുകൂടെ അവിടെ ആയിരിക്കുന്ന യേശുവിന്റെ ചിത്രം കണ്ടുകഴിഞ്ഞാൽ സകലവും ത്യജിച്ച യേശുവിന്റെ വളരെ വ്യക്തമായ ഒരു അനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനം നാം മനസ്സിലാക്കുമ്പോൾ കാൽവറിയിൽ അല്ല സത്യത്തിൽ ക്രൂശിന്റെ ചിത്രം തുടങ്ങുന്നത്. പിതാവായ ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി തന്റെ ഓമന കുമാരനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ പദ്ധതികൾ ഇട്ടപ്പോൾ
അവൻ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ജഡാവതാരമെടുത്ത് ഇറങ്ങി വരുവാൻ പദ്ധതികൾ ഇടുമ്പോൾ അവിടെ മുതൽ കുരിശിന്റെ വഴി ആരംഭിക്കുകയാണ്. എന്താ സത്യത്തിൽ കുരിശിന്റെ വഴി? തന്നെത്താൻ നിഷേധിക്കുന്ന അനുഭവങ്ങൾ, തന്നെ തന്നെ ഒന്നുമില്ലാതായി കാണുവാൻ കഴിയുന്ന അനുഭവം, അതാ സത്യത്തിൽ ക്രൂശ്. യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ, അപ്പോസ്തലന്മാരിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ് പത്രോസ്. പത്രോസിന്റെ വിളിയെക്കുറിച്ചും തന്റെ ശുശ്രൂഷകളെക്കുറിച്ചുമൊക്കെ വേദപുസ്തകം വളരെ നന്നായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒരിക്കൽ യേശു കർത്താവ് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ജനത്തോട് വിളിച്ചു പറയുകയാണ്. വിളിച്ചു പറയുവാൻ യേശു തിരഞ്ഞെടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശീമോന്റെ പടക. വളരെ നന്നായി ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ ജനത്തോട് വിളിച്ച് പറഞ്ഞ് അനന്തരം ശീമോനോട് പറയുകയാണ്, നീ പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുകയും. നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത് ഒരു വലിയ പെരുത്ത മീൻകൂട്ടം ശീമോനെ കിട്ടുവാനിടയായി. കഴിഞ്ഞ രാത്രിയിൽ ഒന്നും കിട്ടാതെ, വളരെ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ ശൂന്യത മാത്രമുണ്ടായിരുന്ന ഈ ശീമോന് ഒരു വലിയ മീൻകൂട്ടം, പെരുത്ത മീൻകൂട്ടം ലഭ്യമായതായി ദൈവവചനം വെളിവാക്കുന്നുണ്ട്. ഈ വലിയ മീൻകൂട്ടം ലഭ്യമായി അതിനുശേഷം യേശു കർത്താവ് ശീമോനോട് പറയുന്നൊരു വിഷയമുണ്ട്, എന്നെ അനുഗമിക്കാൻ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാണ്. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ഇത്രയും വലിയൊരു മീൻകൂട്ടം ലഭ്യമായി അതിനുശേഷം വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ശീമോനോട് പറയുകയായി, എന്നെ അനുഗമിക്കുക. ശീമോനോട് ചെയ്ത വിഷയം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ പടകും വലയും ഈ മീൻകൂട്ടവും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിന്റെ പിന്നാലെ പോവുകയാണ്. ഒരു വലിയ ഭൗതിക അനുഭവം ശീമോന് കിട്ടി. പക്ഷേ ശീമോന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, യേശുവിനെ അനുഗമിക്കുവാൻ ഒരു വ്യക്തി താൽപര്യപ്പെട്ടാൽ അവന്റെ ഭൗതിക നന്മകൾ ഓർത്തുകൊണ്ടതിന് പിറകാലെ പോകുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളോ ലോക മോഹങ്ങളോ ആ താൽപര്യങ്ങളോ ഗൗനിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. ശിവന് മനസ്സിലായി, എന്റെ പടകിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ മീൻകൂട്ടത്തിന്റെ നിറവ്, അതിനേക്കാൾ നിറവായ ഒരുവൻ എന്റെ മുൻപിലുണ്ട്. ആ നിറവായവനെ, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിനെ അവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവന്റെ പടക് അവനൊരു വിഷയമല്ല, അവന്റെ മീൻകൂട്ടം അവനൊരു വിഷയമല്ല, അവന്റെ ജീവിതത്തിൽ ഭൗതിക നന്മകൾ അവനൊരു വിഷയമല്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാക്ഷാൽ ക്രിസ്തുവിനെ ശരിയായ നിലയിൽ അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ശീമോൻ പത്രോസിന്റെ തന്നെ ഒരു പിന്മാറ്റത്തിന്റെ ഫലം വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. യേശു കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ശീമോനൊരു താല്പര്യം, മീൻ പിടിക്കാൻ പോകണം. അവന്റെ കൂടെ ഒരുപറ്റം ശിഷ്യന്മാരും കൂടെ അവരോടൊപ്പം പോകുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാ അവർ മീൻ പിടിക്കാൻ പോകുന്നു, വളരെ അധ്വാനിക്കുന്നു. ആ സന്ദർഭത്തിൽ യേശുവുമായിട്ടുള്ള ഒരു അഭിമുഖം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഒരു വലിയ മീൻകൂട്ടം കിട്ടി. എന്നിട്ട് ശീമോൻ പത്രോസിനോട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ അവന്റെ കൂടെ നിൽക്കുവാൻ ഒരുപറ്റം പ്രിയപ്പെട്ടവരുണ്ട്, അവൻ ലഭിച്ച ഭൗതിക നന്മയുണ്ട്, യേശു അവന് നൽകിയ ആ പ്രാതൽ അവന്റെ മുൻപിലുണ്ട്. ഇതെല്ലാം അവന്റെ കൈവശമായി, അവന് കരഗതമായിരിക്കുമ്പോൾ തന്നെ യേശു ചോദിക്കുകയാ, നീ ഇവയിലധികമായി, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. മറുപടി പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ശീമോനെ പ്രാരംഭ നിമിഷത്തിൽ കാണുവാൻ കഴിയുന്നു. ശീമോന് മനസ്സിലായി, എന്റെ പ്രശ്നത്തിന്റെ വേളയിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നവരല്ല നിത്യതയിൽ എന്നെ കൊണ്ടെത്തിക്കുന്നത്. സാക്ഷാൽ എന്നെ നന്നായി അറിയുന്ന, എന്റെ ചലനങ്ങൾ ഗ്രഹിക്കുന്ന, എന്റെ ജീവിതത്തെ നന്നായി മനസ്സിലാക്കുന്ന യേശുവിന്റെ പിന്നാലെ പോകണമെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും എന്നെ ത്യജിച്ചാലും, എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും, എല്ലാം ഒഴിവാക്കേണ്ടി വന്നാലും ആ യേശുവിന്റെ പിന്നാലെ മാത്രമേ ഞാൻ യാത്ര ചെയ്യുകയുള്ളൂ എന്ന ശക്തമായ തീരുമാനം ശീമോനോട് എടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ,
ഈ ലോകത്തിൽ നാം ഏറ്റവും വിലയുള്ളത് എന്ന് കരുതുന്ന നിരവധി വിഷയങ്ങളുണ്ടാകാം. പക്ഷേ ഇതെല്ലാം താൽക്കാലികമാണ്. മനുഷ്യന്റെ മരണം കൊണ്ട് ഇവിടെ അസ്തമിക്കുന്ന വിഷയങ്ങളാണ് ഈ ലോകത്തിൽ അവൻ കരഗതമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വേദപുസ്തകം പറയുന്നു, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യമായ വിഷയമാണ്. ആ നിത്യമായ വിഷയത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രയത്നിപ്പാൻ, ജീവിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിത്വം. ക്രിസ്ത്യാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരുകൊണ്ട് ആ നിലവാരത്തിൽ പോകുന്ന ഒരു വ്യക്തിത്വമല്ല. യേശു കർത്താവ് പറയുന്നത്, തന്നെത്താൻ ത്യജിക്കുന്ന, തന്നെത്താൻ നിഷേധിക്കുന്ന, തന്നെ തന്നെ ഒഴിവാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, തന്റെ സ്വയത്തെ മരിപ്പിച്ചുകൊണ്ട് നാൾതോറും അവന്റെ ക്രൂശ് എടുക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുള്ളൂ. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാൾതോറും എന്റെ ശരീരത്തെ, എന്റെ സ്വയത്തെ, എന്റെ ജഡത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ സാക്ഷാൽ ക്രൂശ് എടുക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ ജീവിതചര്യകൾ നാം പരിശോധിക്കുമ്പോൾ അവന് 12 വയസ്സായി. അവന്റെ അമ്മയും അപ്പനും ചേർന്ന് ബന്ധുമിത്രാദികളുമായിട്ട് ഒരുമിച്ച് പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകുന്നു. പതിവ് പോലെ അവർ ചെയ്യുന്നത് ശുശ്രൂഷയാണ്. അവർ കടന്നുപോയി തിരിച്ചു വരും അവസരത്തിൽ യേശു ദൈവാലയത്തിൽ തന്നെയായിരുന്നു. അമ്മയും അപ്പനും യേശുവിനെ വിട്ടിട്ട് മറന്നുപോയി അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. അവരുടെ ചിന്ത ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും കൂട്ടത്തിൽ യേശു കാണും എന്നതായിരുന്നു. പക്ഷേ 3 ദിവസത്തെ വഴി ദൂരം അവർ യാത്ര ചെയ്തപ്പോൾ മാത്രമാണ് യേശു അവരുടെ കൂടെ ഇല്ല എന്നുള്ള ചിന്ത, ആ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ വളരെ പരിചയക്കാരുടെ കൂട്ടത്തിലും ബന്ധുക്കളുടെ കൂട്ടത്തിലും ഒക്കെ അന്വേഷിച്ചു. പക്ഷെ അവർക്ക് മനസ്സിലായി യേശു അവരുടെ കൂടെ എങ്ങുമില്ല. തിരിച്ച് ദൈവാലയത്തിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാ റബിമാരുടെ ഇടയിൽ, ശാസ്ത്രിമാരുടെ ഇടയിൽ യേശു ആയിരിക്കുകയാണ്. അനേക വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് യേശു അവരുടെ മധ്യത്തിലായിരിക്കുകയാണ്. മറിയ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ, ഞാനും നിന്റെ അപ്പനും എത്ര വ്യസനിച്ചെന്നറിയാമോ നിന്നെ കാണാഞ്ഞിട്ട്? അപ്പോൾ യേശു പറയുന്നൊരു മറുപടിയുണ്ട്, അമ്മേ, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? എന്താണ് യേശു അർത്ഥമാക്കിയത്? ഞാൻ ആരുടെ വകയാണ് എന്നുള്ള ചിന്ത യേശുവിന് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. മറിയേ, എന്റെ അമ്മേ, അമ്മ കരുതുന്നതുപോലെ ഇത്രയും വയസ്സ് വരെ താരാട്ടുപാടി ഒക്കെ ഉറക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്ത എന്റെ വളർത്തപ്പനാണ് യോസഫ്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ്. അവൻ ഉള്ളത് എന്താണ് എന്നെനിക്കറിയാം. അവന്റെ അവകാശം എന്താണ് എന്നെനിക്കറിയാം. അവന്റെ അവകാശത്തിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാ എന്ന് പറഞ്ഞാൽ ആ ബന്ധുത നൽകുന്ന ഊഷ്മളതയേക്കാൾ ശ്രേഷ്ഠമായിട്ട് അവൻ കരുതിയ വിഷയമുണ്ട്. ആ ക്രൂശ് വഹിക്കുന്ന യാത്രയില, ആ യാത്രയിൽ ഒരു പക്ഷേ ബന്ധങ്ങൾ മുറിക്കേണ്ടി വന്നാലും ക്രൂശാണ് വലുത് എന്നുള്ള ചിന്ത യേശുവിനെ നന്നായിട്ട് ആ വിഷയം അവന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്റെ പരസ്യ ശുശ്രൂഷ 30-ാമത്തെ വയസ്സിൽ തുടങ്ങുകയാണ്. കാനാവിലെ കല്യാണ വിരുന്നിൽ ഒരു വലിയ അത്ഭുതം ചെയ്തുകൊണ്ട്, ഒരു വലിയ അടയാളം ചെയ്തുകൊണ്ട് യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്ക് ആ പശ്ചാത്തലം വളരെ നന്നായിട്ട് അറിയാം. ആ വീട്ടിൽ, ആ വിരുന്നശാലയിൽ വീഞ്ഞ് അവർക്ക് തീർന്നുപോയി. യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്നു, മോനെ, അവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞ മറുപടി, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശു എന്താ അവിടെ അർത്ഥമാക്കിയത്? ഞാൻ ചെയ്യുവാൻ വന്ന ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിതാവ് എന്നെ നിയോഗിച്ചയച്ച ശുശ്രൂഷയെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവ് എനിക്കുണ്ട്. എന്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ എനിക്ക് മനുഷ്യ അവതാരമെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു മാന്യ വനിത എന്നുള്ള നിലയിൽ മറിയ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഒരുപക്ഷെ യേശുവിന് കഴിയും. പക്ഷെ എന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ
മറിയയുടെ അമ്മയുടെ കെയർ ഓഫ് എനിക്ക് വേണ്ട. ഞാൻ ശുശ്രൂഷിപ്പാൻ വന്നിട്ടുള്ളത് പിതാവിന്റെ ഹിതത്തിനനുസരിച്ച, വാത്സല്യച്ച, ഓമനിച്ച ആ അമ്മ പറഞ്ഞ വാക്കുകൾ തികച്ചും തള്ളിക്കളയുകയായിരുന്നില്ല യേശു ചെയ്തത്. പ്രത്യുത യേശുവിന്റെ ശുശ്രൂഷയ്ക്ക്, ആ ദൈവിക ദൗത്യത്തിന് അവനെ നിയോഗിച്ചയച്ചത് ആരാണ് എന്നുള്ള നല്ല ബോധ്യം യേശുവിനുണ്ട്. അതിന് ഒരിക്കലും മറിയയുടെ കെയർ ഓഫ് വേണ്ട. ബന്ധത്തിന്റെ ആ പൊക്കിൾ കൂടി ഒരു പരിധിവരെ അവിടെ അർത്ഥമാറ്റുകയാണ്. ഏതിന്റെ പേരിലാണെന്നറിയാമോ? ക്രൂശ് വഹിക്കുന്നതിന്റെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. യേശുവിന്റെ ക്രൂശ് വഹിക്കുവാൻ നാം ശക്തമായ തീരുമാനമെടുക്കുമ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ലോകത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രൂശ് വഹിക്കാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. ഈ ക്രൂശ് വഹിക്കണമെങ്കിൽ പലതും നാം ബലികഴിക്കണം, പലതിനെയും നാം ഒഴിവാക്കണം. ബന്ധങ്ങൾ വേരോടെ അറുത്തുമാറ്റുക എന്നുള്ളൊരു കാര്യമല്ല പറയുന്നത്. എങ്കിൽ കൂടെ പ്രയോറിറ്റി, മുൻഗണന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം, അതിനാ മുൻഗണന. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ക്രൂശ് വഹിക്കാൻ കഴിയത്തുള്ളൂ. മറ്റൊരവസരത്തിൽ യേശുവിന്റെ ശുശ്രൂഷയിൽ താൻ വളരെ ശക്തനായി വ്യാപൃതനായിരിക്കുകയാണ്. ഏതാണ്ട് 30 വയസ്സ് വരെ അമ്മയോടൊരുമിച്ച്, അപ്പനോടൊരുമിച്ച്, വളർത്തപ്പനോടൊരുമിച്ച് ആയിരുന്ന യേശുവിനെ കാണാൻ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടാകാം. ശുശ്രൂഷയിൽ വളരെ ശക്തനായി വ്യാപൃതനായിരുന്ന യേശുവിനെ ഒന്ന് കാണാൻ യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ അടുത്തു വന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ എന്ന് പറയുമ്പോ യേശു അവരോട് പറഞ്ഞ മറുപടി, എന്റെ അമ്മയും എന്റെ അപ്പനും ആരാ? സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ എന്റെ അമ്മയും എന്റെ അപ്പനും എന്റെ സഹോദരങ്ങളും. പ്രിയപ്പെട്ടവരെ, യേശു എന്താ അവിടെ നമ്മെ ഓർപ്പിക്കുന്ന വിഷയം? ഈ ലോകത്തിൽ പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ക്രൂശ് വഹിക്കാൻ കഴിയത്തുള്ളൂ. പിതാവിന്റെ ദൗത്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ക്രൂശ് വഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ബന്ധങ്ങളെക്കാൾ ഉപരി, സ്നേഹിതരെക്കാൾ ഉപരി, ഈ ലോകത്തിൽ ലോകം നമുക്ക് കൈനീട്ടുന്ന, സമ്മാനിക്കുന്ന നിരവധി സൗഭാഗ്യങ്ങളെക്കാൾ ഉപരി യേശുവാണ് വലുത്, അവന്റെ ക്രൂശാണ് വലുത് എന്നാർക്ക് ഉള്ളിൽ ബോധ്യമുളവാകുന്നു, അതിനനുസരിച്ച ചുവടുകൾ എടുത്തുവെക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മുൻപോട്ട് കുരിശിന്റെ വഴിയിലൂടെ സധൈര്യം യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന വേളയിൽ കാൽവരി മരണം ആസ്വദിക്കുവാൻ അവൻ മാനസികമായി തയ്യാറെടുക്കുകയാണ്. ഗതസമനയിൽ യേശു പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുകൾ മടക്കുന്നു. അമ്മയേക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി, സഹോദരന്മാരെക്കാൾ ഉപരിയായി പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട യേശു ജീവിതത്തിൽ തന്റെ ശുശ്രൂഷയുടെ എല്ലാ രംഗങ്ങളിലും ഒപ്പം കൂട്ടിയ അപ്പോസ്തല സമൂഹം, ആ ശിഷ്യന്മാരുടെ ചേർത്ത് യേശു പ്രാർത്ഥനയ്ക്കായി കടന്നുപോവുകയാണ്. ഇതാ അവരോട് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം നൽകി യേശു വീണ്ടും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അല്പം കൂടെ മുൻപോട്ട് കൊണ്ടുപോയി. ഒരു കല്ലേറ് ദൂരത്തോളം യേശു മുൻപോട്ട് പോയിട്ട് മുഴങ്കാലുകൾ മടക്കി സ്വർഗോന്നതങ്ങളിലേക്ക് കരങ്ങളെ ഉയർത്തി പിതാവിനോട് പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവഴിക്കുന്നു. അല്പനേരം കഴിഞ്ഞിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോ താൻ കണ്ട കാഴ്ച, തന്നോടൊപ്പം ഇരിക്കുവാൻ താൻ തിരഞ്ഞെടുത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒക്കെ നന്നായി കണ്ട, താൻ അരുളി ചെയ്തിട്ടുള്ള ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ നന്നായി ഗ്രഹിച്ച ഈ ശിഷ്യന്മാർ വളരെ നന്നായി ഉറങ്ങുകയാണ്. യേശുവിന് മനസ്സിലായി കുരിശിന്റെ വഴിയിൽ ഇല്ല, താൻ കൂടെ കൊണ്ട് നടന്ന ശിഷ്യന്മാർ പോലും തന്നോടൊപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. കുരിശിന്റെ വഴിയിൽ നാം ഒറ്റയ്ക്കാണ്. അമ്മ കാണത്തില്ല, അപ്പൻ കാണത്തില്ല, സഹോദരങ്ങൾ കാണത്തില്ല, ഭാര്യയോ ഭർത്താവോ മക്കളോ ആരും കാണത്തില്ല. കുരിശെടുക്കാൻ ഒരുവൻ നിയോഗിക്കപ്പെട്ടാൽ അവന്റെ യാത്ര ഒറ്റയ്ക്ക് ഏകനായിട്ടുള്ള യാത്രയാണ്.
യേശു ഹൃദയത്തിൽ വളരെ ഭാരമുണ്ട്. ശിഷ്യന്മാരോട് പറയുക, എന്നോടുകൂടെ പ്രാർത്ഥനയിൽ അല്പം സമയം ചെലവഴിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇല്ല, അവർക്കും കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് പോലും ആ കുരിശിന്റെ വഴിയിൽ യേശുവിനോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞില്ല. ഇതാ കാൽവറിയിൽ യേശു കർത്താവ് തകർക്കപ്പെടുകയാണ്. 3 ആണികളിൽ അവൻ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹിച്ചവരും ഓമനിച്ചവരും അത്ഭുതങ്ങൾ കണ്ടവരും അത്ഭുതങ്ങൾ അനുഭവിച്ചവരും എല്ലാം അവനെ വിട്ടകന്നു നിൽക്കുകയാണ്. അല്ല, അവരോടൊപ്പമായിരിക്കുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കൂടെ അകറ്റുന്ന പടയാളികളുടെ ഒരു വലിയ കൂട്ടം അവിടെയുണ്ട്. യേശുവിന് മനസ്സിലായി കുരിശിന്റെ വഴിയിൽ താൻ ഒറ്റയ്ക്കാണ്. ആ യാത്രയിൽ, ആ വഴിയിൽ, ആ ബോധ്യത്തോടുകൂടെ അവൻ കരുതി, സ്വർഗസ്ഥനായ എന്റെ പിതാവെങ്കിലും ഈ സന്ദർഭത്തിൽ എന്നോടൊപ്പമുണ്ടാകും എന്നവൻ കരുതി. അവൻ മുകളിലേക്ക് കണ്ണുകളെ ഉയർത്തി. അവനെ കാണുവാൻ കഴിഞ്ഞതില്ല. സ്വർഗം മൗനമായിട്ടിരിക്കുകയാണ്. സ്വർഗം നിശബ്ദമായിട്ടിരിക്കുകയാണ്. പിതാവായ ദൈവം പോലും കുരിശിന്റെ വഴിയിൽ പുത്രന് നേരെ അല്പനിമിഷത്തേക്ക് കണ്ണടച്ചു. അവൻ ഇങ്ങനെ നിലവിളിക്കുക, ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയിൽ നാം സ്നേഹിക്കുന്ന പലതിനോടും വിട പറയേണ്ടി വരും. ഒരു സത്യക്രിസ്ത്യാനിയായി ജീവിതം സമർപ്പിക്കപ്പെട്ട് മുൻപോട്ട് പോകുന്നെങ്കിൽ ഈ ലോകത്തിൽ പലതിനോടും നാം വിട പറയേണ്ടി വരും എന്നുള്ളത് മറന്നു പോകരുത്. പലതിനെയും നാം ഉപേക്ഷിക്കേണ്ടി വരും. ഈ ലോകത്തിൽ നമ്മൾ എന്തിനാ വില കൊടുക്കുന്നത്? ബന്ധങ്ങൾക്ക് പലപ്പോഴും വില കൊടുക്കുന്നു. വില കൊടുക്കണ്ട എന്ന് വേദപുസ്തകം പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി യേശുവിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ, കുരിശിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലോകത്തിൽ യാതൊന്നിനോടും കോംപ്രമൈസ് ചെയ്യുവാൻ, സഖ്യത പുലർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. യേശു വലുത്, കുരിശിന്റെ വഴിയാ വലുത്. ആ കാൽവറിയിൽ നമ്മുടെ കണ്ണുകൾ പതിപ്പിക്കുമ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ത്യാഗമുണ്ട്. തന്നെ അവൻ ഒഴിക്കുകയാണ്. അവന്റെ ശരീരം മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി തകർക്കപ്പെടുകയാണ്. അവന്റെ രക്തം ഇഞ്ചിഞ്ചായി ഇവിടെ ഒഴുകുമ്പോൾ, ധാരധാരയായിട്ട് അവിടെ ഒഴുകുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവസാനത്തെ തുള്ളി രക്തവും മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഒഴുക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവന്റെ കരങ്ങളിൽ ആണികൾ അടിക്കുമ്പോൾ അടിക്കുന്നവരെ നോക്കി യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. കുരിശിൽ ത്യാഗമുണ്ട്, കുരിശിൽ ക്ഷമയുണ്ട്. ഇതാ താൻ സ്നേഹിച്ച യോഹന്നാൻ എന്ന ശിഷ്യനെ നോക്കി, അപ്പുറത്ത് നിൽക്കുന്ന തന്നെ നൊന്ത് വളർത്തിയ അമ്മയെ നോക്കി അവൻ പറയുക, സ്തോത്ര സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. കടപ്പാടുകൾ മറന്നുപോകുന്നതുമല്ല പുരുഷന്റെ വഴി. കടപ്പാടുകൾ ചെയ്യേണ്ട നിലയിൽ അത് ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് പിതാവിനോടുള്ള ബന്ധത്തിൽ, ആ ദൗത്യത്തോടുള്ള വിഷയത്തിൽ ഏറ്റവും മുൻഗണന ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് ദൈവമക്കൾ മറന്നുപോകരുത്. ഈ സന്ദർഭത്തിൽ ദൈവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ആ കുരിശിൽ ആ സ്നേഹം വളരെ വ്യക്തമായി പ്രദർശിപ്പിക്കപ്പെടുകയാണ്. സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം രക്തത്തെക്കാൾ, സ്വന്തം സുഖത്തെക്കാൾ, സ്വർഗീയ മഹിമയേക്കാൾ മനുഷ്യനെ സ്നേഹിച്ച ആ കുരിശിന്റെ സ്നേഹം. ഇന്ന് പകൽക്കാലം ആ വിഷയം തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. യേശുവിന്റെ ആ ക്രൂശിന്റെ മുൻപിൽ, ആ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മെ സമർപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ക്രൂശിൽ ആ സ്നേഹത്തെ, ദിവ്യ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുരിശിന്റെ വഴി തിരഞ്ഞെടുക്കുവാനാണോ നാം താല്പര്യപ്പെടുന്നത്? യേശു പറയുന്നു, ഒരുവൻ എന്റെ പേര് പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, യേശുവിന് നിർബന്ധമില്ല, അവനവന് സ്വാതന്ത്ര്യമുണ്ട്, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. തിരഞ്ഞെടുക്കുവാൻ, യാത്ര ചെയ്യുവാൻ, മുൻപോട്ട് ഗമിക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഒരുവൻ
യേശു കർത്താവിന്റെ പിന്നാലെ വരുവാൻ താല്പര്യപ്പെട്ടാൽ ചെയ്യേണ്ട ഒന്നാമത്തെ പടി തന്നെത്താൻ ത്യജിക്കുക, തന്നെത്താൻ നിഷേധിക്കുക, തന്നെത്താൻ ഒഴിക്കുക. നാൾതോറും ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. അതിനായി കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരുക്കട്ടെ. നമുക്ക് വലുത് നിത്യതയാണ്, നമുക്ക് വലുത് സ്വർഗീയ പിതാവാണ്. ഈ ലോകത്തിന്റെ ചതിക്കുഴികളിൽ നാം പെട്ടുപോകുവാനിടയാകരുത്. ഈ ലോകം നമുക്ക് നേരെ കൈനീട്ടുന്ന മോഹങ്ങളിൽ നാം പെട്ടുപോകാനിടയാകരുത്. അവനിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ക്രൂശിലേക്ക് കണ്ണുകളെ ഉയർത്താം. കാൽവറിയിൽ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തെ നമുക്ക് കൈമറക്കുവാൻ ഇടയാകട്ടെ. അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ സ്നേഹത്തിന് പകരമായി നമുക്ക് എന്ത് നൽകുവാനുണ്ട്? അവനായി നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നുണ്ട്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ ത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ ത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തി. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തി. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥൻ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനേ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും വചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും വചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത്, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത്, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ.
പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ദൈവസഭയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, കാൽവരി ക്രൂശിൽ ഞങ്ങളെ അവിടെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തരുവാൻ അങ്ങേക്ക് ഞങ്ങളിൽ തോന്നിയ ആ വലിയ സ്നേഹത്തിനും ദിവ്യപ്രസാദത്തിനുമായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രിയ പിതാവേ, ഞങ്ങൾ ഒന്നറിയുന്നു, അങ്ങയുടെ ശിഷ്യനായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നല്ലോ. ആ നിലയിൽ അങ്ങയുടെ ശിഷ്യനായിരിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങളോ, ഈ ലോകത്തിന്റെ ചിന്തകളോ, ഈ ലോകത്തിൽ ഞങ്ങൾ മുൻഗണന നൽകുന്ന വിഷയങ്ങളോ അല്ല, അതിനേക്കാൾ ഉപരിയായി യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ, കുരിശ് എടുത്തുകൊണ്ട് അങ്ങയെ അനുഗമിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകണം എന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഈ ലോകത്തിൽ വലുത് എന്ന് ഞങ്ങൾ കരുതിയ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇല്ല, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നറിയുന്നു, ഈ ലോകത്തിൽ വലുത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി യേശു മാത്രമാണ് വലുത്. അങ്ങയുടെ ക്രൂശിന്റെ വഴിയാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ അവിടുന്ന് പണിയണമേ. ആർക്കും നിത്യനഷ്ടമാകാതെ എല്ലാവരും സ്വർഗീയ മഹിമകൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ. അതിനായി അവരെ ബലപ്പെടുത്തുമാറാകണമേ. നിങ്ങളുടെ അധികാരമുള്ള നാമത്തിൽ പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. you.